തന്റെ ഫസ്റ്റ് ലവും ഏറെ നാളായി താൻ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ക്രഷുമായ പയ്യൻ പെട്ടെന്നൊരു ദിവസം തന്റെ സഹോദരന്റെ സ്ഥാനത്തായാലോ എന്ത് ചെയ്യും? ഇവിടെ ആ ഒരു അവസ്ഥയില് വന്നുപെടുന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന രസകരമായ സംഭവങ്ങൾ പറഞ്ഞ 2022 റിലീസായ നെവർ ടു ലേറ്റ് എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ജിയാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. അവൾ ഒരു അണ്ടർവിയർ ഡിസൈനർ ആണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ ചെക്കപ്പിനാണ്. അവളുടെ നെഞ്ചിന്റെ ഭാഗവുമൊക്കെ ഒന്ന് ചെക്കപ്പ് നടത്താനായി വന്നിരിക്കുന്ന അവൾ അപ്പോഴാണ് അറിയുന്നത് പരിശോധന നടത്താൻ പോകുന്നത് ഒരു മെയിൽ ഡോക്ടർ ആണെന്ന്. പെട്ടെന്ന് അവൾക്ക് ഒരു വല്ലായ്മ ഫീൽ ആവുന്നുണ്ട്. അതിലും വല്ലായ്മ ആ ഡോക്ടറിനെ നേരിട്ട് കണ്ടപ്പോഴായിരുന്നു. കാരണം ഡോക്ടറിന്റെ നെയിം ടാഗ് കണ്ട് അവൾ ആകെ ഞെട്ടുന്നു. പേര് റാൻ എന്നാണ്. അപ്പോഴാണ് അവൾക്ക് തന്റെ സ്കൂൾ കാലഘട്ടം മുതലുള്ള തന്റെ ക്രഷാണ് ഈ പയ്യനെന്ന് മനസ്സിലാവുന്നത്. അവനെ കണ്ടപ്പോ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവർ ആ സ്കൂൾ കാലഘട്ടം ഒക്കെ കഴിഞ്ഞ് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ കാണുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും രൂപത്തിലൊക്കെ അത്യാവശ്യം മാറ്റം വരുമല്ലോ. അങ്ങനെ എന്തായാലും ഇവൻ തന്നെ മനസ്സിലാക്കരുത് എന്ന പ്രാർത്ഥനയോടെ അവൾ അവിടെ പരിശോധനയ്ക്ക് ഇരിക്കുന്നു. ആ ടീം അവൻ ഇന്നർവെയർ മാറ്റാനായി പറയുന്നു. അവൾ പെട്ടെന്ന് അത് മൊത്തത്തിൽ ഊരുന്നുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനത്തെ ഊരല്ല വേണ്ട, ജസ്റ്റ് ആ ഹുക്കൊന്ന് മാറ്റിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് പിന്നീട് പരിശോധിക്കാനായി തുടങ്ങുന്നു. അവൾക്ക് ആ ഒരു സമയം ഉടനീളവും അത് കഴിഞ്ഞും ആ ഒരു അമ്പരപ്പ് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഊരി വെച്ച ഇന്നർവിയർ എടുക്കാതെയാണ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത്. എങ്ങനെയും അവന്റെ കൺവെട്ടത്തൊന്നും പോകണം എന്നത് മാത്രമേ അവളുടെ ഉള്ളിലുള്ളൂ. അവൻ പിറകെ നിന്ന് ഇത് എടുത്തിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കാത്തതുപോലെ അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നു. അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്കൂൾ കാലഘട്ടത്തിൽ ഇവൾ ഒരിക്കൽ റാനിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അന്ന് റാൻ ജിയാങ്ങിനെ റിജക്ട് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ അവനെ ഫേസ് ചെയ്യാൻ ഇപ്പൊ അവൾക്ക് നല്ല മടിയുണ്ട്, അതും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. കൂടാതെ ഇവളുടെ ഇന്നർവെയർ അവൾ മറന്നു വെച്ചു പോയി എന്നത് അവൻ ഉറക്കെ അവൾ കേൾക്കാനായി വിളിച്ചു പറഞ്ഞപ്പോ അത് കേട്ടത് അവള് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാവരും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിടുന്നു. താമസ സ്ഥലത്തേക്ക് എത്തുമ്പോ അവിടുത്തെ ജോലിക്കാരി വഴിയാണ് അവൾ അറിയുന്നത് അവളുടെ അമ്മ ഇവിടെ നിന്ന് താമസം മാറ്റിയെന്നത്. കാരണം അമ്മയുടെ ഫസ്റ്റ് ലവിനെ കുറച്ചു നാൾ മുന്നേ കണ്ടുമുട്ടിയിരുന്നു. അമ്മ ജീവിതത്തിൽ ആദ്യമായി പ്രണയിച്ച ആളിനെ വിവാഹം കഴിക്കാൻ അമ്മയ്ക്ക് സാധിച്ചില്ല. മറ്റൊരാളെയാണ് വിവാഹം കഴിച്ചത്. പക്ഷെ ഇപ്പൊ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം സാഹചര്യം മൂലം സിംഗിൾ ആയിരിക്കുന്ന അമ്മ തന്റെ ഫസ്റ്റ് ലവിനെ വീണ്ടും കണ്ടുമുട്ടിയപ്പോ അദ്ദേഹവും അത്തരം ഒരു സാഹചര്യത്തിലായതുകൊണ്ട് വിവാഹം ചെയ്യാനായി തീരുമാനിച്ചു. അങ്ങനെ അതിന്റെ ഭാഗമായി അവർ ഒന്നിച്ച് സ്റ്റേ ചെയ്യുന്നു. അമ്മ ആവശ്യപ്പെട്ടത് പ്രകാരം അമ്മയെ ചെന്ന് ജിയാങ് കണ്ട് സംസാരിക്കുമ്പോൾ ഇനി നീയും ഇവിടെ വേണം താമസിക്കാൻ, നമ്മളൊരു ഫാമിലിയായി ഇവിടെയാണ് ഇനി കഴിയാൻ പോകുന്നത് എന്ന് പറയുന്നു. കൂടാതെ അവൾ അവളുടെ പുതിയ അച്ഛനോട്, അതായത് സ്റ്റെപ്പ് ഫാദറിനോട് സംസാരിക്കുന്ന സമയത്താണ് അവൾ അറിയുന്നത് ഇദ്ദേഹമാണ് റാനിന്റെ അച്ഛനെന്ന്. അതായത് തന്റെ ഫസ്റ്റ് ലവിന്റെ അച്ഛനാണ് തന്റെ അമ്മയുടെ ഫസ്റ്റ് ലവ് എന്ന കാര്യം. അവൾ ആകെപ്പാടെ ഷോക്കാവുന്നു. ഇപ്പോ മുറ വെച്ച് നോക്കുമ്പോ റാൻ ഇവളുടെ ബ്രദറായിട്ട് വരുമല്ലോ. കൂടാതെ അവിടെ വെച്ച് അവൾ പെട്ടെന്ന് എസ്കേപ്പ് ആവാനായി നോക്കുമ്പോ റാൻ അവളുടെ മുന്നിലായി വരുന്നു. ആരുടെ മുന്നിൽ പെടരുത് എന്നാണോ കരുതിയത് അയാളുടെ തന്നെ മുന്നിൽ വന്നു പെട്ട ഇവള് ആകെപ്പെടെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. എന്തായാലും റാനിനും ജിയാങ്ങിനെ ഓർമ്മയുണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പോഴല്ല, ഹോസ്പിറ്റലിൽ വെച്ച് ഇവളുടെ പേര് അടുത്ത പേഷ്യന്റിന്റെ പേരായി വിളിച്ചപ്പോഴേ അവൻ ആളിനെ പിടികിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ പോലെ അവനും ആകെപ്പാടെ ഒരു ഓക്വേർഡ് ഫീലിംഗിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോ ഇവിടെ വെച്ച് ഇവർ വീണ്ടും കണ്ടുമുട്ടുമ്പോഴും രണ്ടുപേർക്കും ഇടയിൽ ഇവരുടെ പേരൻസ് നിങ്ങൾ ഇനി സിബ്ലിങ്സ് ആണ്, പരസ്പരം സഹോദരങ്ങളായി കാണണം എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇവളെ സഹോദരിയായിട്ടോ ഇവരെ സഹോദരിയായിട്ടോ എന്ന ദേഷ്യം വരുന്നു. ശരിക്കും രണ്ടുപേരും ജനിച്ചത് ഒരേ വർഷമാണെങ്കിലും മന്ത് വെച്ച് നോക്കുമ്പോ ജിയാങ് ആണ് റാനിനേക്കാൾ 3 മാസം മൂത്തത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ജിയാങ്ങിനോട് നിന്റെ അനിയനാണിവൻ, അതേപോലെ റാനിനോട് നിന്റെ ചേച്ചിയാണിവൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും അത് കേട്ടിട്ട് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അന്ന് രാത്രി അമ്മയാകട്ടെ അവളുടെ അടുത്ത് ചെന്ന് അവളുടെ ഫസ്റ്റ് ലവ് ആരാണെന്ന കാര്യം ചോദിക്കുന്നു. അമ്മയുടെ ഫസ്റ്റ് ലവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നതുകൊണ്ട് അമ്മ ആ രീതിയിൽ ചോദിക്കുന്നതാണെന്ന് കരുതിയാൽ തെറ്റി. ഇവളുടെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരാളുടെ അച്ഛനെയല്ല അമ്മ ഇപ്പൊ വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ആ പയ്യനെങ്ങാണോ അവളുടെ ഫസ്റ്റ് ലവ് എന്നറിയാനായിട്ടുള്ള ഒരു തന്ത്രമായിരുന്നെങ്കിലും അവൾ അത് മനസ്സിലാക്കാതെ അവൻ മരിച്ചുപോയെന്ന് പറയാണ്. രാത്രി കിടക്കാനായി അവൾ റൂമിൽ ചെന്നിരിക്കുമ്പോ സ്കൂൾ കാലഘട്ടത്തിൽ എടുത്ത ഫോട്ടോ നോക്കുന്നുണ്ട്. അത് ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിലും അതിൽ റാനും ജിയാങ്ങും അടുത്തടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ മാത്രം അവൾ സൂം ചെയ്ത് നോക്കുന്ന ഇതേ ടീം തന്റെ റൂമിൽ ഇരുന്ന് റാനും അതേ ഫോട്ടോ ഇതുപോലെ തന്നെ സൂം ചെയ്ത് നോക്കുന്നത് നമുക്ക് കാണാം. ഫോട്ടോ എടുക്കാൻ നേരം ഇവർ രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കുന്നു. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുണ്ട്. പക്ഷെ അത് ആ ടീം തുറന്ന് പറഞ്ഞിട്ടില്ല എന്നത് വേണം നമുക്ക് അവരുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും അതിന്റെ ഇടയിൽ മറ്റൊരു സ്റ്റുഡന്റ് ഫോട്ടോ എടുക്കാനായി വന്ന് നിൽക്കുമ്പോൾ റാൻ ആ പെണ്ണിനെ തള്ളി മാറ്റി ജിയാങ്ങിന്റെ അടുത്ത് തന്നെ ഫോട്ടോ എടുക്കാനായി നിന്നിരുന്നു. പക്ഷെ അത് തള്ളി എന്ന് വിട്ടത് റാൻ ആണ് എന്നത് ഇന്നും ജിയാങ്ങിന് അറിയാത്ത കാര്യമാണ്. ജിയാങ് ആകട്ടെ റാനിനെ പ്രപ്പോസ് ചെയ്യാനായി പൂക്കളൊക്കെ കൊണ്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നിൽക്കുന്നത് റാൻ കാണുകയും അവൾ അറിയാതെ അതിന്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നവരാണ് ഇപ്പോഴത്തെ സഹോദരങ്ങളായി ഇവിടെ താമസിക്കേണ്ടി വരുന്നത്. അന്നത്തെ ദിവസം കടന്നുപോയി അടുത്ത ദിവസം നമ്മൾ കാണുമ്പോൾ
പറയുമ്പോൾ രാവിലെ തന്നെ റാനിനോട് ചെന്ന് സംസാരിക്കാനായി ശ്രമിക്കുന്ന ജിയാങ് കാണുന്നത് കഴിഞ്ഞ ദിവസം താൻ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചു വന്ന തന്റെ ഇന്നർവെയർ നോക്കിയിരിക്കുന്ന അവനെയാണ്. അത് കണ്ട് എന്തോ ഈ കാണിക്കുന്നതെന്ന് ദേഷ്യം വരുന്ന അവൾ അത് ചെന്ന് പിടിച്ചു വലിക്കാൻ നോക്കുമ്പോ അയ്യേ നീ ഇത്ര ക്വാളിറ്റി കുറഞ്ഞ ഇന്നേഴ്സ് ആണോ ഇടുന്നതെന്ന് ചോദിച്ച് അവൻ അത് കൊടുക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും അതിന് പിടിവലി നടത്തുമ്പോഴാണ് അങ്ങോട്ടേക്ക് റാനിന്റെ അച്ഛന്റെ വരവ്. എന്തോ ഇവർ ഈ ചെയ്യുന്നതെന്നുള്ള ഭാവത്തിൽ അച്ഛൻ നോക്കുമ്പോ അച്ഛ ഇത് കണ്ടോ എന്റെ ഡ്രസ്സ് എടുത്തോണ്ട് പോകുന്നത് അച്ഛന്റെ മോൻ. ആള് വലിയ ഡോക്ടർ ആണെങ്കിലും ഇതുവരെ കുഞ്ഞുങ്ങളെയൊന്നും മാറിയിട്ടില്ല എന്ന് പറഞ്ഞു അവൾ റാനിനെ കളിയാക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജിയാങ് അവളുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നതാണ്. ഈ ഫ്രണ്ടിന്റെ പേര് ലൂ എന്നാണ്. ജിയാങ്ങിന്റെ പുതിയ അണ്ടർവെയർ ഡിസൈനിന് മോഡൽ ആവാനായി ലൂ സമ്മതിക്കുന്നു. അങ്ങനെ സംസാരിച്ച് പോകുന്ന സമയം അവൾ മോട്ടോർ ബൈക്ക് ഓടിച്ച് വരികയായിരുന്ന ഒരു പയ്യനെ ഇടിക്കേണ്ടതായിരുന്നു. എന്താടോ കണ്ണില്ലേന്ന് അവന്റെ മുഖത്ത് നോക്കി ചോദിക്കാനായി കലി ഇളകി അവള് നോക്കുമ്പോഴേക്കും അവൻ ഹെൽമെറ്റ് മാറ്റുന്നു. ആ പയ്യൻ എത്ര സുന്ദരനാണെന്ന് കണ്ട് ആ ടീം അവൾക്ക് ഒന്നും പറയാനേ പറ്റുന്നില്ല. അവളുടെ ദേഹത്ത് അപ്പൊ കുറച്ച് ചെളിയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ വണ്ടി ചീറിപ്പാഞ്ഞ് വന്ന് തെറിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ പയ്യൻ ഇട്ടിരുന്ന ജാക്കറ്റ് ഊരി അവൾക്ക് കൊടുക്കുന്നു. പിന്നീട് ഈ ജാക്കറ്റ് തിരിച്ചു കൊടുക്കാനെന്ന പേരിൽ അവൾ അവന്റെ നമ്പറും കൈയോടെ വാങ്ങുന്നുണ്ട്. അവൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് അടുത്തായിട്ടുള്ള ജിയാങ്ങിന്റെ കടയിൽ പോയി അവൾക്ക് മറ്റൊരു കോട്ടിട്ട് ഈ ഒരു കോട്ട് തിരിച്ചു കൊടുക്കാവുന്നേ ഉള്ളായിരുന്നു. പക്ഷെ അവൾ മനഃപൂർവ്വം നമ്പർ വാങ്ങുന്നതാണ്. അങ്ങനെ അവൾ ഇവന്റെ നമ്പർ കിട്ടിയ സന്തോഷത്തിൽ പോകുമ്പോഴേക്കും ആ പയ്യൻ റാനിനൊരു മെസ്സേജ് അയക്കുന്നു. എടാ എനിക്കൊരു പെണ്ണിനെ വല്ലാണ്ടങ്ങ് ഇഷ്ടായിരുന്നു. ഇവന്റെ പേര് ഫേ എന്നാണ്. ഇവൻ റാനിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അങ്ങനെ റാനിനോട് ഇന്ന് ഒരു പെണ്ണിനോട് തനിക്ക് ഫസ്റ്റ് സൈറ്റ് ലവ് തോന്നിയ കാര്യം തന്നെ ഫേ പറയുമ്പോ അങ്ങനെ ഒരാളെ കാണുമ്പോഴേ ഇഷ്ടം തോന്നുമോ എന്ന് റാൻ ഡൗട്ട് ചോദിക്കുന്നു. ആ ടീം റാനിന് ജിയാങ്ങിനോടുള്ള ഇഷ്ടം അറിയാവുന്ന ഫേ അപ്പോ നിനക്ക് എപ്പോ തൊട്ടാ ജിയാങ്ങിനോട് ഇഷ്ടം തോന്നിയത് എന്ന് ചോദിക്കുമ്പോ അവൻ ആ പഴയ കാര്യം ആലോചിക്കാണ്. ജിയാങ്ങിന്റെ അമ്മയുടെ ഫസ്റ്റ് ലവിന്റെ മകനാണല്ലോ റാൻ. അതുകൊണ്ട് തന്നെ അമ്മ അവളോട് നീ അവനെ നല്ല കെയറോട് കൂടി നോക്കണമെന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു. അവളാകട്ടെ ഇവനോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ടും അമ്മയുടെ പണ്ടത്തെ ഈ ഒരു ഇഷ്ടത്തിന്റെ കാര്യം അന്ന് അറിയാത്തത് കൊണ്ടും അവനോട് അമ്മ പറഞ്ഞത് കേട്ട് കാര്യമായി തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി അവൾ ഇന്നെന്റെ വീട്ടിലേക്ക് നീ ഡിന്നർ കഴിക്കാൻ വരണമെന്ന് പറയുമ്പോൾ അവൻ ആദ്യം ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും നീ വരണം ഞാൻ കാത്തിരിക്കുന്നൊക്കെ പറഞ്ഞ് അവൾ അന്ന് ക്ലാസ് കഴിഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് പോകാനായി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ അവളെ കണ്ടിട്ടും കൂടെ പോവാതെ ഒഴിഞ്ഞു മാറി ശ്രദ്ധയിൽപ്പെടാതെ പോവാണ്. അവളാകട്ടെ ആ ഇരിപ്പ് രാത്രിയിലും തുടരുന്നു. അവനെ വെയിറ്റ് ചെയ്ത് അവൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ ഇവളെന്താ വീട്ടിലേക്ക് വരാത്തെന്ന് ആകെപ്പാടെ ടെൻഷൻ ആയിരിക്കുന്നു. പിന്നീട് അവൾ വീട്ടിൽ ചെല്ലാത്ത കാര്യം അറിഞ്ഞ് അവൻ അവളെ അന്വേഷിച്ചിറങ്ങുമ്പോൾ അവളെ റോഡിൽ കാണുകയും ഇങ്ങനെ ലേറ്റ് ആയിട്ടും വീട്ടിൽ പോവാതെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നതിന് വഴക്ക് പറയുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ ആ കാര്യങ്ങൾ ആലോചിച്ച് അവൻ തന്റെ ഫോൺ എടുക്കുമ്പോൾ അതിൽ ഒരു പുതിയ ഫാമിലി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജിയാങ്ങും അവളുടെ അമ്മയും ഒക്കെ ഉണ്ട്. അതിലിപ്പോ അമ്മയുടെയും ജിയാങ്ങിന്റെയും ചാറ്റ് അവൻ കാണുന്നു. ജിയാങ് വീട്ടിൽ വരാതെ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോയിരിക്കുകയാണെന്ന് അതിൽ കാണുമ്പോൾ ഇവൻ ആകെപ്പാടെ ഷോക്കാവുന്നു. എന്റെ ദൈവമേ അവള് മറ്റാരെങ്കിലും പ്രണയിക്കാനായി തുടങ്ങിയോന്ന്. അവൻ ആകെ ദേഷ്യം വന്ന് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തി ഏറെ നേരം കഴിഞ്ഞിട്ടും അവള് വന്നിട്ടില്ല. ഇവളെന്ത് വരാത്തതെന്ന് അവൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് താഴെ അവൾ ഡേറ്റിന് പോയിരിക്കുന്ന പയ്യൻ അവളെ ഡ്രോപ്പ് ചെയ്യാനായി വരുന്നത്. ഇവന് നല്ല ദേഷ്യം വരുന്നു. പണി കൊടുക്കാലോ എന്ന് ഓർത്തവൻ ഒരു കവറുമായി അവർ സംസാരിച്ച് നിൽക്കുന്നിടത്തേക്ക് ചെന്ന് ആ കവർ അവൾക്ക് കൊടുക്കുന്നു. ഇത് നീ ഇവിടെ വെച്ച് മറന്നുപോയോന്ന് അവൻ ചോദിച്ചത് കൊടുക്കുമ്പോ അവൾ ഇത് എന്താണെന്ന് മനസ്സിലാവാതെ തുറന്നു നോക്കുമ്പോ അതിൽ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവൾ എടുക്കാതെ പോയ ഇന്നർ വെയർ ആയിരുന്നു. അവൾ ആകെപ്പാടെ ചമ്മി പോകുന്നു. ഇത് കണ്ട് അവളെ ഒരു ഡേറ്റ് ചെയ്യാൻ വന്ന പയ്യനും ഇത് എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുന്നു. അവൾക്ക് ദേഷ്യം വന്നവൾ റാനിനോട് ദേഷ്യപ്പെടുമ്പോ പിറകെ ഈ പയ്യനും പോകുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന ടീം അമ്മയും അച്ഛനും അവരോടിരുന്ന് സംസാരിക്കുന്നു. ആ ടീം ജിയാങ്ങിനെ തനിക്ക് വളരെ ഇഷ്ടമായെന്നെല്ലാം ആ പയ്യൻ പറയുന്നത് കേൾക്കുമ്പോ റാനിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ പയ്യൻ പോയി കഴിയുമ്പോ അവനെ യാത്ര പറയാനായി പുറത്തേക്ക് ഇറങ്ങിയ ജിയാങ്ങിനോട് പുറകെ ചെന്ന് റാൻ അവൻ കൊള്ളൂല, ഒരു എക്സ്പ്രഷനും ഇല്ല, നിന്നോട് ഒരു സ്നേഹവും കാണില്ല എന്നിങ്ങനെ പറയുമ്പോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അതൊക്കെ എന്റെ ഇഷ്ടമല്ലേ, നീ ആദ്യം സ്നേഹം തിരിച്ചറിയാനും സ്നേഹിക്കാനും പഠിക്കുന്ന അവനിട്ടൊരു കൊട്ടുകൊടുത്ത് അവള് പോകുന്നു. പിന്നീട് ഇവരുടെ പേരൻസ് രണ്ടുപേരെയും വിളിച്ച് തങ്ങള് വിവാഹം ചെയ്യാനായി തീരുമാനിച്ചിരിക്കുകയാണ്, രണ്ടുപേരും കൂടെ ഉണ്ടാകണമെന്ന് പറയുമ്പോ അവർ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് ഇവളുണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന് റാൻ പറയുമ്പോ ഇവനുണ്ടെങ്കിൽ ഞാനും കാണത്തില്ല എന്ന് ജിയാങ്ങും തീർത്ത് പറയുന്നു. രണ്ടുപേരും ഇപ്പൊ പരസ്പരം കണ്ട കീരിയും പാമ്പും പോലെയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിലുള്ള റാനെയാണ്. അവൻ ഒരു ടെസ്റ്റ് റിസൾട്ട് നോക്കുന്നു. അത് ജിയാങ്ങിന്റെ ചെസ്റ്റ് പരിശോധിച്ചതിന്റെ റിസൾട്ട് ആണ്. അതിൽ അവൾക്ക് ചെറിയൊരു മുഴയുണ്ടെന്നും അത് ഓപ്പറേഷൻ ചെയ്യണമെന്നും കണ്ടെത്തുന്നു. അവൻ ഈ കാര്യം വേഗം തന്നെ അവളെ അറിയിക്കുമ്പോൾ അവൾക്ക് നല്ല പേടിയാവുന്നുണ്ട്. അവളുടെ കാര്യത്തെ പറ്റി ഓർത്ത് പേടിക്കുന്നതിനേക്കാൾ അവൾ അമ്മ ഇതറിഞ്ഞ എങ്ങനെ അത് നേരിടും, അമ്മയ്ക്ക് നല്ല പേടിയാവുമല്ലോ എന്നോർത്ത് റാനിനോട് ഈ കാര്യങ്ങൾ അമ്മയോട് പറയരുത് എന്ന് പറയുന്നു. എന്തായാലും അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിലെ ഓപ്പറേഷന് വന്ന് അഡ്മിറ്റ് ആവാനായി റാൻ അവളോട് പറയാണ്. അടുത്ത ദിവസം അമ്മ അറിയാതെ ജോലി ആവശ്യത്തിന് കുറച്ചു ദിവസം മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറാനായി അവൾ ശ്രമിക്കുന്നു. താൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഇവളെയും കൂട്ടിക്കൊണ്ട് പോകാൻ ഓർത്ത് റാൻ നിൽക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന ജിയാങ്ങും മുന്നേ ഡേറ്റിന് പോയ പിന്നെന്ന പയ്യൻ അവളുടെ ഓപ്പറേഷന്റെ കാര്യങ്ങൾ അവള് പറഞ്ഞറിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി വന്നിട്ടുണ്ട്. അവിടെ വെച്ച് അവളെ ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞ് റാൻ അവനുമായി തർക്കിക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ ഇല്ല ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞ് തർക്കം നടക്കുന്നുണ്ട്. തർക്കം വാക്കുകൾ കൊണ്ടല്ല, അവളുടെ ഹോസ്പിറ്റൽ ട്രോളി ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചും നോട്ടത്തിൽ
ഹോസ്പിറ്റലിലൂടെയുമാണ്. ആ സമയം അവിടേക്ക് എത്തുന്ന ജിയാങ് ആകട്ടെ ഞാൻ പിന്നിന്റെ കൂടെ പൊക്കോളാന്ന് പറഞ്ഞു പോകുന്നു. ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു ജിയാങ്ങിന്റെ തൊട്ടടുത്ത് നിന്ന് പിൻ അവളെ വളരെ കെയറോട് കൂടി നോക്കുമ്പോ അപ്പുറത്തെ ബെഡിലൊക്കെയുള്ള പേഷ്യൻസ് മോളുടെ ബോയ് ഫ്രണ്ട് ആണോ, എത്ര കെയറിങ്ങാ, നിന്റെ ഭാഗ്യാണെന്നെല്ലാം സംസാരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന റാൻ കേൾക്കുന്നു. റാൻ ഇത് കേട്ട് വല്ലാത്ത അസൂയ വരുന്നുണ്ട്. ഞാൻ ലീവിന് കൊടുത്തിട്ടുണ്ട്, നിന്റെ സർജറിയിലൊക്കെ ഞാൻ കൂടെ നിൽക്കാമെന്ന് പിൻ പറയുമ്പോ വേണ്ട, എനിക്ക് ചെസ്റ്റിലല്ലേ സർജറി, നിങ്ങൾ കൂടെ ഉണ്ടേ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവള് പറയുന്നു. അന്ന് രാത്രി ആകട്ടെ അവളെ ബെഡിൽ കാണാതെ റാൻ അവളെ അന്വേഷിക്കുമ്പോൾ അവളെ ടെറസിൽ പോയി നിൽക്കാണ്. എന്റെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾക്ക് സർജറിയുടെ കാര്യം ഓർത്ത് പേടിയുണ്ടെന്ന് അവന് മനസ്സിലാവുന്നു. ഒന്നും പറ്റില്ലെന്ന് അവൻ പറയുമ്പോ എന്റെ അച്ഛനും ഇതുപോലെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ, ഒന്നും പറ്റില്ലെന്ന് കരുതിയത്, പക്ഷെ അതോടെ അച്ഛൻ പോയില്ലേന്ന് അവള് പറയുമ്പോ നിനക്ക് ഒന്നും പറ്റില്ല, നിന്നെ ഞാൻ സേഫ് ആക്കും, ഞാൻ കൂടെയുണ്ട്, പേടിക്കണ്ട എന്നെല്ലാം അവൻ അവൾക്ക് ധൈര്യം കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് അവൻ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി ടീം കഴിഞ്ഞിട്ടും തിരിച്ചു പോകാതെ ഹോസ്പിറ്റലിൽ തന്നെ ഇവളുടെ അടുത്ത് നിൽക്കുകയാണ്. ഈ ടീം അവളുടെ അടുത്ത് ബെഡിൽ കിടക്കുന്ന ലേഡി നീ ബോയ് ഫ്രണ്ടിനെ മാറ്റിയോ, എന്തായാലും ഈ ബോയ് ഫ്രണ്ട് കൊള്ളാം, മുന്നത്തേനേക്കാളും നല്ലതാണെന്ന് പറയുമ്പോ അല്ലല്ല മുന്നത്തെ ബോയ് ഫ്രണ്ട് തന്നെയാണ് നല്ലതെന്ന് മറ്റൊരു പേഷ്യന്റ് തർക്കിക്കുന്നു. അങ്ങനെ ജിയാങ്ങിന്റെ ബെഡിന്റെ രണ്ട് സൈഡിലും കിടക്കുന്ന ഇവര് തമ്മിൽ ജിയാങ്ങുമായിട്ട് പിന്നാണോ റാനാണോ മാച്ച് എന്ന കാര്യം പറഞ്ഞ് തർക്കം നടക്കുന്നു. ഇത് കണ്ട് ചിരിക്കണോ അതോ നാളത്തെ ഓപ്പറേഷന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ആ ടീം ജിയാങ്. അങ്ങനെ അടുത്ത ദിവസം അവളുടെ സർജറി നടക്കുന്നു. ഭാഗ്യവശാൽ സർജറി കഴിഞ്ഞ സേഫ് ആയിട്ടായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. അവൾക്ക് ബോധം വന്ന് കണ്ണ് തുറക്കുമ്പോൾ ആദ്യം അവൾ കാണുന്നത് റാനിനെ തന്നെയാണ്. അവൾ ഈ ഹോസ്പിറ്റലിൽ പേഷ്യന്റായി അഡ്മിറ്റ് ആയി ഈ നിമിഷം വരെ അവളെ വിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടേ ഇല്ല. അവളുടെ കൺവെട്ടത് തന്നെ എങ്ങനെങ്കിലുമൊക്കെ അവനുണ്ടാകും. ഇപ്പോഴും അവൾക്ക് ധൈര്യം കൊടുക്കുന്ന രീതിയിൽ സംസാരിച്ച് അവൻ പോകുന്നു. പക്ഷെ പിന്നീട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും വരാണ്. അങ്ങനെ ഇവരിവിടെ ഉള്ള സമയം അവളെ കാണാനായി ലൂ വരുന്നു. ലൂ ആകട്ടെ അപ്പോഴേക്കും ആ ഫേയുമായി റിലേഷനിലായിട്ടുണ്ടായിരുന്നു. ഫോൺ നമ്പർ കൈമാറിയതോടെ രണ്ടുപേരും അവസരം മുതലാക്കി ഡേറ്റിംഗും സ്റ്റാർട്ട് ചെയ്തു. അവൾ ആ കാര്യം ജിയാങ്ങിനോട് പറയുന്നു. കൂട്ടത്തിൽ റാനിനെ പറ്റിയും ചോദിക്കുന്നുണ്ട്. എന്താ ഇവിടെ ഓപ്പറേഷനിടയിൽ നിങ്ങളും സെറ്റ് ആയോ എന്ന് ലൂവിന്റെ ചോദ്യം കേൾക്കുമ്പോ അങ്ങനൊന്നുമില്ല, ഞങ്ങളിപ്പോ ബന്ധുക്കളല്ലേ, അതിന്റെ കെയറിങ് അത്രേ ഉള്ളൂ എന്നെല്ലാം അവള് പറയുന്ന ടീം രണ്ട് ഫ്രൂട്ട്സ് എടുത്ത് കാണിച്ചിട്ട് ലൂ നിനക്ക് ഇതിൽ പിന്നിനെയാണോ ഇഷ്ടം അതോ റാനിനെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നു. ആ സമയം ഈ ചോദ്യത്തിന് ഒരു മറുപടി പറയാനായി ജിയാങ്ങിന് കഴിയുന്നില്ല. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടില്ല, ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ ഉള്ളത്. അതിനിടയിൽ അവളെ അമ്മ വീഡിയോ കോൾ ചെയ്യുന്നു. അമ്മയുടെ വിചാരം ഇവളേതോ ബിസിനസ് ട്രിപ്പിനെ പോയിരിക്കുകയാണെന്നാണ്. അതുകൊണ്ട് തന്നെ റാനിന്റെ സഹായത്തോടെ അവൾ ഹോസ്പിറ്റൽ പരിസരം എന്ന് കണ്ടാൽ തോന്നാത്ത റൂഫ് ടോപ്പിന്റെ അവിടേക്ക് വേഗം ചെന്ന് താൻ ബിസിനസ് ട്രിപ്പിലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അമ്മയും അത് കേട്ട് വിശ്വസിക്കുന്നുണ്ട്. കാരണം അവളെ ഈ ഒരു കള്ളം സത്യമാക്കി തീർക്കാനായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് റാനും ഉണ്ടായിരുന്നല്ലോ. അവനും ബാക്ക്ഗ്രൗണ്ട് ഇരുന്ന ഓരോ ശബ്ദമൊക്കെ ഇട്ട് ഇതേതോ ബിസിനസ് ട്രിപ്പിന് പോയിരിക്കുന്നതാണ് എന്ന് തോന്നിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് അവള് പോകാനായി നിൽക്കുമ്പോൾ അവിടേക്ക് പിന്നും വരുന്നു. അങ്ങനെ ആരിവളെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന കാര്യം പറഞ്ഞ് വീണ്ടും പിന്നിനും റാനിനും ഇടയിൽ തർക്കം നടക്കുന്നു. ആ സമയം രണ്ടുപേരുടെയും കൂടെ പോകാതെ അവള് തന്നെ ക്യാബ് വിളിച്ചു പോകുന്നു. അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് എത്തിക്കഴിയുന്ന ജിയാങ്ങിന് അവളിപ്പോ ഒരു ട്രിപ്പ് പോയി വന്നതുകൊണ്ട് തന്നെ വീട്ടിലെ ഫുഡൊക്കെ മിസ്സായി കാണും എന്ന് തോന്നുന്ന അമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. എണ്ണയൊക്കെ അടങ്ങിയ ആ ഫുഡൊന്നും ഇപ്പോൾ അവൾക്ക് കഴിക്കാൻ പറ്റില്ല. ഭാഗ്യശാൽ ഫുഡ് കഴിക്കാനായി കൂടെ റാനും ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിക്കാൻ പറ്റില്ല എന്ന് അമ്മയോടും പറയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ രണ്ടുപേരും എപ്പോഴും വഴക്കുണ്ടാക്കി ഭക്ഷണം കഴിക്കാതൊക്കെ എഴുന്നേറ്റ് പോകാറുണ്ടല്ലോ, അതേപോലെ വീണ്ടും അവർ മനഃപൂർവ്വം തന്നെ ഒരു വഴക്കുണ്ടാക്കി കഴിക്കാതെ അങ്ങനെ ജിയാങ് എഴുന്നേറ്റ് പോകുന്നു. ഇപ്പോ റാനിനും ജിയാങ്ങിനും ഇടയിൽ ഇടയ്ക്കുണ്ടായ പോലെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അവരിപ്പോൾ പരസ്പരം മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തന്റെ ഉള്ളിൽ ഇപ്പോഴും റാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന ജിയാങ് അടുത്ത ദിവസം തന്നെ പിന്നിനെ കാണുമ്പോൾ അവനോട് തനിക്ക് അങ്ങനെ ഫീലിംഗ്സ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. അവനാകട്ടെ ഇവളെ പ്രപ്പോസ് ചെയ്യാനായുള്ള എല്ലാ പ്ലാനിങ്ങിലുമായിരുന്നു. അതിന്റെ കാര്യം അവളുടെ വീട്ടിൽ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും ആ കാര്യം ഡിസ്കസ് ചെയ്യായിരുന്നു. പിന്നെ അവളെ പ്രപ്പോസ് ചെയ്യും, അവൾ അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ഉടനെ വിവാഹം നടത്തണം എന്നല്ല. അത് കേട്ട് വേഗം ടെൻഷൻ കയറുന്ന റാൻ തന്റെ ഉള്ളിൽ ഇഷ്ടം ജിയാങ്ങിനോട് പറയണമെന്ന് തീരുമാനിച്ച് അവളോട് ഫസ്റ്റ് ഇഷ്ടം തോന്നി തുടങ്ങിയപ്പോൾ തന്നെ അവളെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ അവൻ ഡയറിയിൽ കുറിച്ചു വെച്ചതും എടുത്തുകൊണ്ട് അവളെ കാണാനായി ചെല്ലുമ്പോൾ അവളും പിന്നും കെട്ടിപ്പിടിക്കുന്നതാണ് കാണുന്നത്. ആക്ച്വലി പിന്നിനോട് തനിക്ക് ഫീലിംഗ്സ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് ഈ ഒരു റിലേഷൻ അവസാനിപ്പിക്കുന്ന കാര്യത്തെ പറ്റി ജിയാങ് സംസാരിക്കുമ്പോൾ അവനും വളരെ പോസിറ്റീവായിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ പിരിയുന്നതിന്റെ ഒരു കെട്ടിപ്പിടുത്തമായിരുന്നു അത്. പക്ഷെ അത് ദൂരെ നിന്ന് കാണുന്ന റാനിന് ഇവരിപ്പോൾ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ അവൻ ആകെ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ഈ ഒരു സംഭവത്തോട് കൂടി ജിയാങ്ങിനെ കണ്ട വീണ്ടും മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലേക്ക് റാൻ ചെല്ലുന്നു. അവളാകട്ടെ മുന്നേ ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് ഇച്ചിങ് ഉണ്ട്, അതിന് ഓയിൽമെന്റ് പുരട്ടുന്ന കാര്യത്തെ പറ്റി വരെ അവനോട് ചോദിക്കാനായി നോക്കുമ്പോൾ അവൻ അതിന് മാത്രം മറുപടി പറയുന്നു. ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഇവൻ സംസാരിക്കുന്നത് മനസ്സിലാക്കുന്ന അവൾ ഞാൻ പേഷ്യന്റ് ആയിരുന്നപ്പോ നീ എന്നോട് വളരെ കാര്യമായിട്ടായിരുന്നല്ലോ പെരുമാറിയത്, ഇപ്പൊ എന്ത് പറ്റിയെന്നെല്ലാം ചോദിക്കുമ്പോൾ നീ പറഞ്ഞതിൽ തന്നെ ഉണ്ടല്ലോ നീ എന്റെ പേഷ്യന്റ് ആയിരുന്നു, അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ തമ്മിൽ വേറൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് അവൻ വളരെ ഹാർഷായി സംസാരിക്കുന്നു. അത് കേട്ട് ഇവൾക്ക് വല്ലാത്ത സങ്കടാവുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് ഇവൻ തന്നെ വളരെ കെയറോടെ നോക്കിയപ്പോൾ ഇവന്റെ പ്രസൻസ് തന്റെ ലൈഫിൽ എന്നും വേണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. നഷ്ടപ്പെട്ട എന്തൊക്കെയോ തിരിച്ചു കിട്ടാൻ പോകുന്നു എന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ വീണ്ടും അവള് സങ്കടത്തിലാവുന്നു. പിന്നീട് അമ്മ എന്തുകൊണ്ടാണ് പിന്നിനെ റിജക്ട് ചെയ്തതെന്ന് ജിയാങ്ങിനോട് തിരക്കുമ്പോൾ എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് അവൾ പറയുന്നു. അങ്ങനെ പിന്നീട് ജിയാങ്ങും റാനും അറിയാതെ അവർ
അവരുടെ പേരൻസ് ഇവർക്കിടയിലുള്ള വഴക്കൊക്കെ മാറ്റാനായി, അതായത് എപ്പോഴും പേരൻസ് കാണുമ്പോൾ രണ്ടുപേരും കീരിയും പാമ്പുമാണ്, അത് മാറ്റിയെടുക്കാനായി രണ്ടുപേരെയും സ്കൂൾ കാലഘട്ടത്തിൽ ഇവര് ഫാമിലിയായി താമസിച്ചിരുന്ന ആ നാട്ടിലേക്ക് ഇവരിൽ ഒരാളുടെ പഴയ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ആദ്യം അവിടെ റാൻ എത്തിക്കഴിഞ്ഞ് പിന്നെയാണ് ജിയാങ് അവിടേക്ക് എത്തുന്നത്. ഇവിടെ എത്തി കണ്ടുമുട്ടുന്നത് വരെ രണ്ടുപേർക്കും തങ്ങൾ ഒന്നിച്ച് ഇവിടെ ഉണ്ടാകുമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വെച്ച് പരസ്പരം കണ്ട് ഞെട്ടി അവർ പേരൻസിനെ വിളിക്കുന്നു. അവര് മനഃപൂർവ്വം ഇത് ചെയ്തതാണെന്ന് മനസ്സിലാക്കി അവരോട് ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് റാൻ വളരെ കാര്യമായിട്ടാണ് ജിയാങ്ങിനോട് സംസാരിക്കുന്നത്. കാരണം അപ്പോഴേക്കും അവൾ പിന്നിനെ റിജക്ട് ചെയ്തു എന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നു. അങ്ങനെ ഇവര് സംസാരിക്കുമ്പോൾ തന്നോട് റാൻ കാര്യമായി സംസാരിക്കുന്നത് കൊണ്ട് ജിയാങ്ങും വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. അപ്പോഴാണ് ജിയാങ് വിളിപ്പിച്ചത് പ്രകാരം അവളുടെ കൂട്ടുകാരി അങ്ങോട്ടേക്ക് വരുന്നത്. ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ കമ്പനിക്ക് വേണ്ടി മുന്നേ വിളിപ്പിച്ചതായിരുന്നു. കാരണം റാൻ ഇവിടെ ഉണ്ടെന്ന് അവൾക്ക് അറിയില്ലായിരുന്നല്ലോ. ലൂവിനെ ജിയാങ് ഇങ്ങോട്ട് വിളിപ്പിച്ചതുപോലെ തന്നെ തന്റെ ഫ്രണ്ടായ ഫേയെ റാനും ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് ഫേയെ കണ്ട് ലൂ ആകെ ഷോക്കാവുന്നു. കാരണം ലൂ ഫേയെ ഡേറ്റ് ചെയ്തിരുന്നെങ്കിലും അവൾ ഈ ഒരു റിലേഷനിൽ അത്ര സീരിയസ് ആയിരുന്നില്ല, ഒരു ടൈം പാസ് പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് ഇവൾക്ക് ഇവനുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അവനെ അവോയ്ഡ് ചെയ്ത് നടക്കുന്നവൾ പിന്നീട് ആ ഒരു ഗ്യാപ്പിന് ശേഷം ഇപ്പോഴാണ് ഇവിടെ ഇവനെ കാണുന്നത്. അങ്ങനെ ഈ സമയം നാലുപേരും വല്ലാത്തൊരു ഫീലിലായിരുന്നു. റാനിന് ജിയാങ്ങിനോടുള്ള കാര്യങ്ങൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഒരു ഗ്യാപ്പിന് ശേഷം കണ്ടുമുട്ടിയ ഫേയും ലൂവും ഇനി തങ്ങളുടെ റിലേഷൻ ഏത് രീതിയിൽ പോകും എന്ന കൺഫ്യൂഷനിലായിരുന്നു. ജിയാങ് ആകട്ടെ റാനിന് സത്യത്തിൽ തന്നെ ഇഷ്ടമാണോ അതോ അവന് തന്നോട് ദേഷ്യമാണോ, സ്കൂളിൽ വെച്ച് പ്രപ്പോസ് ചെയ്തപ്പോ എന്തുകൊണ്ട് അവൻ എന്നെ റിജക്ട് ചെയ്തു എന്നിങ്ങനെ പല ചോദ്യങ്ങൾ ഉള്ളിലൂടെ പോകുന്നു. അടുത്ത ദിവസം ഒരു പാർട്ടിക്ക് ലൂവും ജിയാങ്ങും പോകുന്നു. അത് ഇവരുടെ പഴയ സ്കൂൾ ഫ്രണ്ട്സ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു പാർട്ടി ആയിരുന്നു. ആ ടീം റാനിനെ ജിയാങ് പ്രപ്പോസ് ചെയ്തിട്ട് അവനത് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം ആരും എടുത്തിടുമ്പോ വളരെയധികം സങ്കടം വരുന്ന ജിയാങ് ഒരുപാട് ഡ്രിങ്ക്സ് അടിക്കുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന ടീം അവളെ കാണുന്ന റാനാണ് അവൾക്ക് കിടക്കുന്നതിന് മുന്നേ ഡ്രസ്സ് മാറ്റാനൊക്കെ സഹായിക്കുന്നത്. അവളാണ് ഡ്രിങ്ക്സ് അടിച്ചിരുന്നതുകൊണ്ട് അതൊന്നും അറിഞ്ഞതേയില്ല. ലൂ ആകട്ടെ അന്ന് ഫേയുടെ കൂടെയായിരുന്നു ടൈം സ്പെൻഡ് ചെയ്തത്. ഇപ്പൊ ഇവർക്കിടയിൽ പ്രശ്നങ്ങളെല്ലാം മാറിയിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ബോധം വരുന്ന സമയത്താണ് തന്നെ ഇന്നലെ റാൻ സഹായിച്ച കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വരുന്നത്. അവൾക്ക് ആകെപ്പാടെ ഒരു ചമ്മൽ വരുന്നു. പക്ഷെ പിന്നീട് സ്കൂളിലേക്ക് രണ്ടുപേരും ഒന്നിച്ചു പോകുന്നു. ഇവർ ഒന്നിച്ച് പഠിച്ച സ്കൂളാണല്ലോ ഇത്. ഈ നാട്ടിൽ വന്നിട്ട് ഈ സ്കൂൾ കാണാതെ പോയാൽ എങ്ങനെ ശരിയാവും? നിൽക്കുന്ന ടീം പഴയ ഓർമ്മകൾ വന്ന് വല്ലാതെ ഇമോഷണൽ ആവുന്ന റാൻ ജിയാങ്ങിനോട് പെർമിഷൻ പോലും ചോദിക്കാതെ അവളെ പെട്ടെന്ന് കിസ് ചെയ്യുന്നു. അവളാകട്ടെ ആകെ ഷോക്കായി പോകുന്നു. സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ നിന്നതുകൊണ്ട് തന്നെ അവിടേക്ക് ആരോ വരുന്നത് പോലെ തോന്നുന്ന അവൾ പെട്ടെന്ന് അവനെ ആ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു. അവൾ തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞ് എന്നാൽ ഇവരിത് എന്ത് ഭാവിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ അവൻ അവളുടെ റൂമിന്റെ ഡോറ് തട്ടുന്നു. അവളെ ചെന്ന് തുറന്നിവനെ കാണുമ്പോൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ അവന്റെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പിന്നെ അന്ന് ഞാൻ നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് നീ അന്ന് എന്നെ പ്രപ്പോസ് ചെയ്യാൻ വരുന്ന കാര്യം നിന്റെ ചില കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ മുന്നിൽ ആളാവാനായിട്ടാണ് നീ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ റിയൽ ആയിട്ടുള്ള ഇഷ്ടമല്ല എന്നോട് എന്ന് കരുതിയാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ അത് തെറ്റായി പോയെന്ന് അധികം വൈകാതെ തന്നെ എനിക്ക് മനസ്സിലായെന്നെല്ലാം അവൻ പറയുമ്പോൾ ഇവൾ അതൊന്നും കേൾക്കാനേ തയ്യാറാവുന്നില്ല. ഇവൾ വേഗം തന്നെ ലൂവിനെയും കൂട്ടി അവിടെ നിന്ന് പോകാനായി നോക്കുന്നു. പക്ഷെ പോകും വഴി നല്ല മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ മഴ നനഞ്ഞു കുളിച്ച് പോകാൻ സാധിക്കുന്നില്ല. റാനാകട്ടെ ഇവള് പുറപ്പെട്ടതറിഞ്ഞ് പുറകെ ചെന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ചാണ് മഴ നനഞ്ഞത്. അവൾ തിരിച്ച് വീണ്ടും ഇവിടേക്ക് എത്തുന്നു. പക്ഷെ അടുത്ത ദിവസം റാനും ഫേയും അറിയാതെ ലൂവും ജിയാങ്ങും രാവിലെ തന്നെ സ്ഥലം വിടുന്നു. ആദ്യം ജിയാങ് തിരിച്ച് അമ്മയുടെ അച്ഛന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാണ് അവിടേക്ക് റാൻ മടങ്ങി വരുന്നത്. ഇപ്പോഴും അവൻ അവളോട് നമുക്ക് നല്ല കപ്പിളായിക്കൂടെ, എന്തിനാ നീ എന്നിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കുന്നു. നമ്മുടെ പേരൻസ് വിവാഹം കഴിക്കാൻ പോവാ, ആ ടീം നമ്മുടെ റിലേഷൻ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുമ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൻ അവളെ നിർബന്ധിക്കുന്നു. അങ്ങനെ ഇവർ അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തു പോയ പേരൻസിന്റെ മടങ്ങി വരവ്. ആദ്യം ഇവർ തമ്മിൽ തർക്കിക്കുന്നത് പേരൻസ് കാണുന്നുണ്ട്. പിന്നെ അത് പതിവായതുകൊണ്ട് ആദ്യം അവർ കാര്യമാക്കുന്നില്ല. പിന്നീട് ഇവര് തർക്കമൊക്കെ നിർത്തി സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ ഡൗട്ട് തോന്നുന്ന പേരൻസ് അവരെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് രണ്ടിന്റെ കയ്യിൽ ഫോണും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നതും കാണുന്നത്. നേരിട്ട് വഴക്കുണ്ടാക്കി എപ്പോഴും പേരൻസിന്റെ കണ്ണിൽ ഒരു കരടാകണ്ടെന്ന് കരുതി ഇപ്പോൾ ചാറ്റിങ്ങിലൂടെ രണ്ടുപേരും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് തോന്നുന്നു. ഇപ്പോഴും പക്ഷെ ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു പ്രണയബന്ധത്തിന്റെ കാര്യം പേരൻസിന് യാതൊരു രീതിയിലും ഡൗട്ടില്ല. അങ്ങനെ ഇവൾ അവൻ ഇഷ്ടമാണ് ഒന്നിച്ചു പോകാന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുമ്പോൾ അവൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ദിവസം യാദൃശികമായി അവന്റെ ഡയറി അവൾ കാണുന്നു. അതിൽ സ്കൂൾ കാലഘട്ടത്തിൽ താൻ ഇവനെ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ ഇവനും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കുന്ന അവൾക്ക് ആകെ സങ്കടം വരുന്നു. അവൾ പിന്നീട് അവന്റെ അടുത്ത് വീട്ടിൽ പേരൻസ് ഇല്ലാത്ത സമയം അതിനെപ്പറ്റി സംസാരിക്കുന്നു. അവൾക്ക് അവനോട് ഇഷ്ടമാണെന്ന് അവൾ ആ മൊമെന്റിൽ തുറന്നു പറയാണ്. രണ്ടുപേരും അങ്ങനെ വളരെ റൊമാൻറ്റിക് ആയിരിക്കുന്ന സമയം അവിടേക്ക് അച്ഛൻ വരുന്നു. തന്റെ റൂമിലുള്ള ജിയാങ്ങിനെ അച്ഛൻ കാണാതെ റാൻ വളരെ പാടുപെട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അച്ഛൻ പോയി കഴിയുമ്പോൾ റാനിനോട് ജിയാങ് നമ്മുടെ റിലേഷന്റെ കാര്യം അച്ഛന്റെയും അമ്മയുടെയും വിവാഹം കഴിഞ്ഞ ശേഷം സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഒന്നാകാൻ വേണ്ടി അവർ ഈ ബന്ധം വേണ്ടാന്ന് വെച്ചാലോ എന്ന് ജിയാങ് പറയുന്നു. അങ്ങനെ പേരൻസ് അറിയാതെ പേരൻസ് വീട്ടിലില്ലാത്തപ്പോ ഇവര് വളരെ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം പേരൻസ് പുറത്തു പോയപ്പോ രണ്ടുപേരും വളരെ ക്ലോസ് ആവുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവര് തിരിച്ചു വന്നത് പോലും ഇവർ അറിഞ്ഞിരുന്നില്ല. അമ്മ റൂമിലേക്ക് വരുന്നതിന് തൊട്ടു മുന്നേ അമ്മ അവളെ പേര് വിളിക്കുന്നത് കേട്ട് ഉണരുന്ന ജിയാങ് റാനിനെ കട്ടിലിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. അങ്ങനെ അമ്മ വരുമ്പോ അവനെ കാണാതെ അഡ്ജസ്റ്റ് ചെയ്തു ഒരുവിധം അവള് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു. ഇതേ ടീം ലൂ ആകട്ടെ പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കുമ്പോൾ അവള് പോസിറ്റീവ് ആണ് അതിൽ കാണുന്നത്. അവൾക്ക് ആകെ ടെൻഷൻ വന്ന് ജിയാങ്ങിനോട്
കാര്യം പറയുമ്പോ ഇത് നീ ഫേയോട് പറയണം, അതാണ് ചെയ്യേണ്ടതെന്ന് ജിയാങ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഫേയെ താൻ പ്രഗ്നന്റ് ആണ് എന്ന കാര്യം എങ്ങനെ അറിയിക്കുന്ന ഐഡിയ ഇല്ലാതെ ലു കുറച്ച് കുട്ടി ഉടുപ്പൊക്കെ അവനെ കാണിക്കുന്നു. ഇത് കാണുന്ന അവൻ ആരോ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് ജിയാങ് ആണോ എന്നാണ് അവൻ ചോദിക്കുന്നത്. കാരണം ഇവളാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. അത് കേട്ട് ദേഷ്യം വരുന്ന അവള് പൊട്ടിത്തെറിക്കുമ്പോഴാണ് അവന് ഇവളാണ് പ്രഗ്നന്റ് എന്ന് മനസ്സിലാവുന്നത്. അവൻ വളരെ ഹാപ്പിയായി അവളുടെ വയറ്റിൽ തലോടുന്നു. അങ്ങനെ രണ്ടുപേരും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നു. സത്യത്തിൽ ഈ ഒരു റിലേഷനിൽ വലിയ സീരിയസ്നെസ് ഇല്ലാതെ ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ് ലു. അവളിപ്പോ ആ ഒരു റിലേഷൻ വളരെ സീരിയസ് ആയി കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം യാദൃശികമായി റാനും ജിയാങ്ങും പുറത്തു നിൽക്കുന്നത് ഇവരുടെ പേരൻസ് കാണുന്നു. ആ ടീം ജിയാങ്ങിനെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവളുടെ കൂടെ ഉള്ള പയ്യൻ റാൻ ആണെന്ന് അവൻ മാസ്ക് വെച്ചിരുന്നത് കൊണ്ട് മനസ്സിലാവുന്നില്ല. അമ്മ അവളെ വിളിക്കുമ്പോ പെട്ടെന്ന് റാൻ അവളുടെ അടുത്ത് നിന്ന് ഓടിപ്പോകുന്നു. ആരാ പയ്യൻ എന്ന് അമ്മ ചോദിക്കുമ്പോ അതെന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് അവൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. പക്ഷെ ആരത്, പേരെന്താ, എവിടുത്തുകാരനാ എന്നൊക്കെ അമ്മ കുത്തി ചോദിക്കുമ്പോ ഇപ്പൊ അത് പറയാൻ കഴിയില്ല അമ്മ എന്ന് അവള് പറയാണ്. ആദ്യം അമ്മയുടെ അച്ഛനെ വിവാഹം കഴിയട്ടെ എന്ന് അവള് പറയുമ്പോ അമ്മയ്ക്ക് അത് കേട്ട് ഡൗട്ട് തോന്നുന്നു. തുടർന്ന് അമ്മ രണ്ടുപേരെയും വളരെ കാര്യമായി തന്നെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ രണ്ടുപേരും റിലേഷനിലാണെന്ന് അമ്മയും അച്ഛനും കണ്ടെത്താണ്. പക്ഷേ റാനും ജിയാങ്ങും വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ഫസ്റ്റ് ലവ് എന്നത് ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ്, അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് എന്ന കാര്യങ്ങൾ നന്നായി അറിയാവുന്ന രണ്ടുപേരാണല്ലോ ഇവരുടെ ഈ പേരൻസ്. കാരണം ഇവരുടെ ഫസ്റ്റ് ലവ് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ഫീലിങ്സ്, അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എല്ലാം അറിയാവുന്നവർ ഇവരെ പിരിക്കാനായി തീരുമാനിക്കുന്നില്ല. സത്യത്തിൽ ഇവർ പരസ്പരം വിവാഹം കഴിച്ചാൽ എന്താണ് കുഴപ്പം? ബ്ലഡ് റിലേഷൻ ആണല്ലോ. അതുകൊണ്ട് തങ്ങളും വിവാഹം കഴിക്കും, തങ്ങളുടെ മക്കളും പരസ്പരം വിവാഹം കഴിക്കും, അതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് ഈ പേരൻസ് തീരുമാനിക്കുന്നു. സമൂഹം എന്ത് പറഞ്ഞാലും എന്ത് നല്ല കാര്യം ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാനുള്ള സമൂഹത്തിന്റെ പ്രവണതയായി മാത്രമേ അവരതിനെ കണക്കാക്കുന്നുള്ളൂ. അങ്ങനെ ഫേയും ലൂവും ഈ അമ്മയും അച്ഛനും ഒപ്പം നമ്മുടെ റാനും ജിയാങ്ങും വിവാഹിതരായി ഹാപ്പി ആയിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. നെവർ ടു ലേറ്റ് എന്നാണല്ലോ ഈ ഡ്രാമയുടെ പേര്. ഒരിക്കലും നടക്കാതെ പോകുന്നതിനേക്കാളും ഇത്തിരി വൈകിയാണെങ്കിലും അത് നടക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ആ ഒരു പേര് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു കഥയുടെ അവസാനവും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.